ഹായ്, എല്ലാവർക്കും നമ്മുടെ പക്ക കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ തുടങ്ങാം. നമുക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും സ്പൈസസുമാണിത്. അതിന് സവാള വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പുതിനയില, ഒരു നാരങ്ങ, പിന്നെ സ്പൈസസും വേണം. സ്പൈസസിൽ പട്ട, ജാതിക്ക, ജാതിപത്രി, തക്കോലം, ഗ്രാമ്പൂ, ഏലക്ക, പെരിയ ജീരകം, പിന്നെ സഹജീരകവും ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ വലിയ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ ഒഴിക്കുകയാണ്. ഇതാണ് സവാളയുടെ ഒരു പാകം. ഇനി നമുക്കിത് കോരാം. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ബസ്മതി റൈസാണിത്. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് 1 കിലോ ചിക്കൻ എടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. പുതിനയില, വറുത്ത് വെച്ചിരിക്കുന്ന സവാള, ഒരു നാരങ്ങയുടെ നീര്, തൈര്, മുളക് പൊടി, ഇത് എരിവിനനുസരിച്ച് ചേർക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ബിരിയാണി മസാല. ഇനി നമ്മളിതിലേക്ക് നെയ്യ് ചേർക്കാൻ പോവാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കും. അത് ഞങ്ങളിവിടെ ചേർക്കുന്നില്ല. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതൊരു 1 മണിക്കൂർ വെക്കണം. ഇത് അരി തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്കായ ഇവയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ്. ഇത് കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയിടാൻ പോവാണ്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
ഇത് നമ്മൾ പകുതി വേവിൽ ഊറ്റി വെച്ചിരിക്കുന്ന ബാസ്മതി റൈസാണ്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് ഇടാം. കുറച്ച് മല്ലിയില പുതിനയില തൂവിയിട്ടുണ്ട്. കുറച്ച് ബിരിയാണി മസാല തൂവാം. പിന്നെ കുറച്ച് നെയ്യ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ഇടാം. ഇനി അടുത്ത ലെയറിലേക്ക് നമ്മൾ മല്ലിയില പുതിനയില ഇട്ടു. പിന്നെ കുറച്ച് ബിരിയാണി മസാല, പിന്നെ കുറച്ച് നെയ്യ്, കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്താണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ദമ്മിടാം. നമുക്ക് വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. പിന്നെ 10 മിനിറ്റ് ഇതൊരു മീഡിയം ഫ്ലെയിമിലും ബാക്കി 20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു അരമണിക്കൂറിലധികമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് എന്തിരിക്കുന്നു നോക്കാം. എല്ലാം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. അങ്ങനെ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി ആയി കഴിഞ്ഞു.